സാജു ചേരുന്നുണ്ട്. സാജു, ഇറങ്ങിപ്പോകേണ്ടി വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞിരിക്കുന്ന പരാതികൾ ഇല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ രാജിവെച്ച സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരുന്ന സാഹചര്യമാണ്. പക്ഷേ ഇനി ആര് എന്നൊരു ചോദ്യം ബാക്കിയാവുന്നു. ഇനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ ഇപ്പോൾ തന്നെ ചർച്ചകളിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉപാധ്യക്ഷനായ അബിൻ വർക്കിയുടെയും അതുപോലെ തന്നെ പദവി ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന KM അഭിജിത്തിന്റെയും പേരുകളാണ് നേതൃത്വത്തിന്റെ പരിഗണനയിലേക്കുള്ളത്. നേരത്തെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അടക്കം KM അഭിജിത്തിന്റെ പേര് പരിഗണിക്കും എന്ന് കേട്ടിരുന്നെങ്കിലും അതുണ്ടാകാത്തതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി സംസ്ഥാനത്തെ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തേക്കുള്ള വഴികൾ തുറന്നിരിക്കുന്നത്. ആ പദവിയിലേക്ക് KM അഭിജിത്ത് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇപ്പോൾ കടുത്ത അതൃപ്തിയിലാണ് ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തണം എന്ന നിലപാടിലേക്ക്, അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തണം എന്ന കടുത്ത നിലപാടിലേക്ക് VD സതീശൻ കൂടി എത്തിച്ചേർന്നിരിക്കുന്നു. അതായത് ആ സംരക്ഷണ കവചവും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാതായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, മുതിർന്ന നേതാക്കൾ എല്ലാം തന്നെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും പാർട്ടിയെ ആകമാനം വെട്ടിലാക്കിയിരിക്കുന്നു, പാർട്ടിയാകെ പ്രതിരോധത്തിലായിരിക്കുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതിനാൽ രാഹുൽ മാങ്കൂട്ടം തന്നെ രാജിവെച്ച് ഒഴിഞ്ഞു പോകട്ടെ എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ നേതൃത്വം ഒന്നടങ്കം എത്തിയിരിക്കുന്നത്. അക്കാര്യം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ രാഹുൽ മാങ്കൂട്ടത്തോട് നിർദ്ദേശിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പദവിയിലേക്കായിരിക്കും KM അഭിജിത്തോ അല്ലെങ്കിൽ അബിൻ വർക്കിയോ ഇവരിൽ ഒരാൾ എത്തുക. KM അഭിജിത്തിന്റെ പേരിന് ചില നേതാക്കൾക്കിടയിൽ കൂടുതൽ മുൻതൂക്കമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ് KM അഭിജിത്ത്. അതിനുശേഷം പാർട്ടി വേണ്ടത്ര പരിഗണന KM അഭിജിത്തിന് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിൽ അടക്കം നൽകിയിട്ടില്ല എന്ന വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൂടി പരിഹരിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ രാഹുൽ രാജിവെക്കുന്ന മുറയ്ക്ക് ആ മാറ്റം ഉണ്ടാകും എന്ന സൂചനകളാണ് നമുക്ക് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നത്. KM അഭിജിത്ത്, അബിൻ വർക്കി എന്ന പേരുകളിലേക്ക് ആ ചർച്ചകൾ നിൽക്കുന്നുണ്ട്. ഏതാണ്ട് മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. നേരത്തെ ചില നേതാക്കൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കണമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിലും അതിനോട് മുതിർന്ന നേതാക്കൾ ഒന്നും തന്നെ യോജിച്ചിട്ടില്ല. മാത്രമല്ല, കേരളത്തിൽ തന്നെ ഇപ്പോൾ ദീപാദാസ് മുൻഷി കൂടി ഉണ്ട്. ഹൈക്കമാൻഡ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ് ദീപാദാസ് മുൻഷി. അവർ കേരളത്തിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർ ഇന്ന് രാവിലെ തന്നെ കടുത്ത നിലപാടെടുത്തിരുന്നു. ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങളിലും പരാതികളും ഒന്നും ലഘൂകരിച്ച് കാണാൻ പറ്റില്ല, ഗൗരവമായ ഇടപെടൽ വേണം എന്ന നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആരോപണങ്ങളും പരാതികളും പരിശോധിക്കാനുള്ള AICCയുടെ നിർദ്ദേശം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം എടുത്തത്.